ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ ഒരു പുതിയ ഇന്നോവയുടെ ലോകത്തിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് എത്തിച്ചേർന്നുള്ളത് റെഡ് ബെൽ യൂസ്ഡ് കാർസിലാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഫോർച്യൂണറും ക്രിസ്റ്റിയാണ് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റിൽ പറഞ്ഞു ഇന്നോവനെ മറന്നു. ഇന്നോവനെ നമ്മൾ മറന്നിട്ടില്ല. ഒരുപാടധികം ഇന്നോവകൾ ഇന്ന് കാണിക്കുന്നുണ്ട്. ഏകദേശം 3-3.5 ലക്ഷം രൂപ മുതലാണ് ഇന്നോവയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇന്നോവകളുടെ ഈ വീഡിയോ ഒരു വീഡിയോയിൽ ഒരിക്കലും തികയില്ല, കാരണം ഒരുപാടധികം സ്റ്റോക്ക് അവൈലബിൾ ആണ്. എന്നാലും നമ്മൾ മാക്സിമം കുറച്ച് വണ്ടികൾ തിരഞ്ഞെടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഏത് വണ്ടി എടുക്കേണ്ടത് കൺഫ്യൂഷനാവും. വി വേണോ, സെഡ് വേണോ, G4 വേണോ, അതുപോലെ തന്നെ മോഡൽ കൂടിയ വണ്ടി വേണോ, മോഡിഫൈ ചെയ്ത് വേണോ, അല്ലാത്ത വേണോ, എല്ലാ ഐറ്റം ഇന്നോവ അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്താം. അത് ബഡ്ജറ്റ് നിങ്ങൾക്ക് ഇണങ്ങിയ ബഡ്ജറ്റിലും വണ്ടി നിങ്ങൾക്ക് എടുത്തുകൊണ്ടുപോകാം. ഒരു രീതിയിലും നിങ്ങൾ വെറിയിടാവേണ്ട ഒരാവശ്യമില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കുക. കാരണം ഒട്ടുമിക്ക വാഹനങ്ങളും അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. നിങ്ങളെ റിസ്കിൽ എടുക്കുക കേട്ടോ. കാരണം ഇവിടുത്തെ എല്ലാ വാഹനങ്ങളും ഹൈ ക്വാളിറ്റി വണ്ടികൾ തന്നെയാണ്. എന്നാലും നമ്മുടെ ഉറപ്പിന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എടുത്തോളും. എന്നാലും ഒരുവിധം വാഹനങ്ങളൊക്കെ ഹൈ ക്വാളിറ്റി വണ്ടികൾ തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ വീഡിയോയിലാണ് കാണിക്കാം. വീണ്ടും മലയാള മീഡിയയിലേക്ക് സ്വാഗതം. അതെ, എല്ലാ പ്രേക്ഷകരെയും നമ്മൾ വീണ്ടും അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാണ്. അടിച്ചപൊളി ഓഫറുകളായിട്ടാണ് നമ്മൾ ഇയർ എൻഡ്, മന്ത് എൻഡ്, കൊല്ലാവസാനത്തിൽ ഫുൾ ടാങ്ക് ഡീസൽ വെച്ചിട്ട് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഒരു ഓഫറിലാണ് ഈ മാസത്തെ നമ്മൾ വണ്ടി കൊടുക്കുന്നത്. അപ്പൊ ആളുകൾ നെട്ടണ്ട. ഇത് നമ്മളെന്താ പറയുക, നമുക്ക് പിരാന്തായി എന്നൊന്നും തോന്നണ്ട. നമ്മൾ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഒരു 60-70 ഇന്നോവ ഇപ്പൊ റെഡിയിലുണ്ട്. അപ്പൊ അടിച്ച് തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലുള്ള ലക്ഷ്യം. അപ്പൊ ആയതുകൊണ്ട് ആരും നെട്ടണ്ട, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളി. ഓഫർ പ്രൈസിലാണ് വണ്ടി. അതുപോലെ തന്നെ ഫുൾ ടാങ്ക് ഡീസൽ, പെട്രോൾ എന്തായിക്കോട്ടെ എല്ലാം നമ്മൾ അടിച്ചു കൊടുക്കും. കഴിഞ്ഞ ഇന്നോവന്റെ ക്രിസ്റ്റന്റെ ഫോർച്യൂണറിന്റെ വീഡിയോ അത്യാവശ്യം റീച്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ നമുക്ക് ഉഷാറാക്കണം. എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, എല്ലാം ചെയ്തോളി. അപ്പൊ നമുക്ക് സമയം കളയാതെ പരിചയപ്പെടാം. അതെ, വണ്ടിയിലേക്ക് നമുക്ക് അനുഭവം ഒരുപാട് വണ്ടിയുണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ തീരൂല. എന്നാലും വെയിലായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇന്നോവക്കും വണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വേറെ എവിടെയും തരേണ്ട, നമ്മളെടുത്തേക്ക് മാത്രം വന്നാൽ മതി. നമ്മളെ 1, 2, 3, 4 നമ്പർ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ വാട്സ്ആപ്പ് കാറ്റലോഗ് ഉണ്ട്. ഒരു ഹായ് വിട്ടാൽ നമ്മളെ ലിങ്ക് ഒക്കെ അതിൽ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വേഗം പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് നല്ലൊരു ചോറുകൾ ഐറ്റം തന്നെ പരിചയപ്പെടാം. നല്ല ഒരു മണവാട്ടി കുട്ടിനെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. 2015 മോഡല്, ഹരിയാന രജിസ്ട്രേഷനിലുള്ള വണ്ടി. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ്, ഒരുപാട്. ഇതൊന്നും മനസ്സിലെ പറഞ്ഞു തീർക്കാൻ കഴിയൂല. ഒരു പെന്നും ബുക്കും എടുത്തിട്ട് ഒരു പാരാഗ്രാഫ് ചെയ്താണ്ട് നമ്മൾ അഡീഷണൽ ഫിറ്റിംഗ്സ്. അപ്പൊ അതൊക്കെ പാടെ നമ്മൾ പറയുന്നില്ല. എന്തായാലും പുതിയ മോഡൽ ഗ്രില്ല്, പിന്നെ ഫോഗ് ലാമ്പ്, ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ, ബ്രേക്ക് ലൈറ്റ് പ്രൊജക്ടർ, ഇലക്ട്രിക് സീറ്റ്, ഫോർച്യൂണറിന്റെ ഇലക്ട്രിക് സീറ്റ്, പിന്നെ അതുപോലെ ഡയമണ്ട് കട്ട് വീല്. പിന്നെ കമ്പനി വരുന്നതാണ് ഫ്രണ്ട് സ്കേട്ടിംഗ്, ബാക്ക് സ്കേട്ടിംഗ്, A to Z. ഇനി ഒരു 50 പൈസ തീരാ. മറ്റേ എന്താ പറയാ, 10-25,000 രൂപ വിലയുള്ള ഒരു സ്റ്റീരിയോയും കൊടുക്കിയിട്ടുണ്ട്. ഒരു ഭാഗം ചിന്തിക്കേണ്ട. ഫുൾ നീറ്റ്, ഫുൾ ദമ്മ് വണ്ടിയാണ്. ഓണർഷിപ്പ്, കിലോമീറ്റർ ആകെ ഈ വണ്ടിക്ക് ഒരു പോസിറ്റീവ് ഉള്ള 10,000 കിലോമീറ്ററിന് ശേഷം ടയോട്ട ഷോറൂം തന്നെ വണ്ടി കണ്ടിട്ടില്ല. പുറത്തുനിന്നാണ് സർവീസ്. അപ്പൊ 10,000 കിലോമീറ്റർ ഇപ്പോൾ ഓൾറെഡി 1.40 ഓടിയത്. 10,000 കിലോമീറ്ററിന് ശേഷം ടയോട്ട ഷോറൂമിൽ ഈ വണ്ടി പോയിട്ടില്ല. അപ്പൊ ആയതുകൊണ്ട് എന്തായാലും നമ്മളൊരു ഓഫർ പ്രൈസിന് നമുക്ക് ഇത്രയും ഫിറ്റിംഗ്സോട് കൂടിയിട്ട് ഈ വണ്ടി നമുക്ക് വിത്ത് NOC നമുക്ക് എന്ത് ചെയ്യാം, 8,25,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് കൊടുക്കാം. 8,25,000. അതെ, ഇനി അല്ല റീആക്കി കൊടുക്കണമെങ്കിൽ 9,500 രൂപയ്ക്ക് നമുക്ക് റീആക്കിയിട്ടും മേജറും മൈനറും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി കൊടുക്കാം. ബി ഓപ്ഷൻ വണ്ടി. ഇതിന്റെ ഒക്കെ എന്താ, ഇതൊക്കെ അനുസരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരാശരി ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒരു കസ്റ്റമർ ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ് വരുന്നില്ല. ഈ 2 ഹെഡ്ലൈറ്റിന് തന്നെ കൊടുക്കണം ₹30,000. അതെ, പ്രൊജക്ടർ ലൈറ്റും ബാക്ക് സ്കേർട്ടും A to Z നമ്മൾ പറയുമ്പോൾ ഒരുപാട് സംഗതികളുണ്ട് പറയാൻ. ഇനി അതുപോലെ തന്നെ അടുത്തൊരു വണ്ടി, ഇത് ടൈപ്പ് 3 വരുന്ന ഒറിജിനാലിറ്റി വണ്ടി, കേരള വണ്ടി. ഒന്നും ചെയ്തിട്ടില്ല. KL 18 കോഴിക്കോട് ജില്ലയിൽ വടകര രജിസ്റ്റർ ചെയ്ത സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. കിലോമീറ്റർ പറഞ്ഞ അനുസരിച്ച് ആരും നെട്ടണ്ട. വെറും 55,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഗ്യാരണ്ടി കിലോമീറ്റർ, ഹിസ്റ്ററി കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ട്. വേറെ മേജർ ആയിട്ടുള്ള മൈനർ ആയിട്ടുള്ള റീപ്ലേസുകൾ കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ മോഡൽ 2013 വണ്ടി, വെറും 55,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർ വണ്ടി. ഈ വണ്ടി എടുക്കുന്നവർക്ക് ബെനിഫിറ്റ് ആണ്. കേരള വണ്ടി, അതും 50,000 ജെനുവിൻ. അതൊക്കെ അറിയാൻ കഴിയൂല. 55 ഓടിയ വണ്ടി അതിന്റെ ഒരു പെർഫെക്റ്റ് എപ്പോഴും കാണിക്കുമല്ലോ. ടയർ എത്ര ഉണ്ട്? ടയർ 4 പുതിയത് തന്നെ പറയാം നമുക്ക്. പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും ഉണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഇന്റീരിയർ ആണ്. ഒരു നെഗറ്റീവും പറയാനില്ല. പുതിയ ഇന്നോവ നോക്കുന്നവർക്ക്
ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അതെ, അതെ, അതെ. കിലോമീറ്റർ ഇന്നോവന് കിട്ടൂല. അതെ, അതെ, 8 സീറ്റും ആണ് വണ്ടി അല്ലേ? അതെ, അതെ, അതെ. എത്ര ഒറിജിനൽ കേരള വണ്ടി? ഒറിജിനൽ കേരള വണ്ടിന്റെ വില 10,500 റുപ്യാണ്. അതൊന്നും നമുക്ക് തരണ്ട, നമുക്ക് 8,500 റുപ്യക്ക് ഈ വണ്ടി കൊടുക്കും. 8,500 റുപ്യക്ക് സിംഗിൾ ഓണർ വണ്ടി 55 ഓടി. ചെറിയൊരു മൈനസ് പോയിന്റ് ഉണ്ട്, ആ മൈനസ് പോയിന്റ് വരുന്ന കസ്റ്റമർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുള്ളൂ. വീഡിയോയിൽ നമ്മൾ പറയണ്ട, സർപ്രൈസ് ആയിക്കോട്ടെ. 10,500 റുപ്യന്റെ 55,000 കിലോമീറ്ററോടെ 2013 ഒറിജിനൽ കേരള വണ്ടി വി വണ്ടി 10,500 രൂപയിൽ കുറച്ച് ദുന്യാവിൽ കിട്ടില്ല. മുതൽ ഞാൻ 8,000 കൊടുക്കും. മൈനസ് പോയിന്റ് ഉണ്ട്, വരുന്ന ആളുകൾ വന്ന് ഓടിച്ചു നോക്കി സർട്ടിഫൈ ചെയ്തിട്ട് എടുക്കുക. അത്രേ ഉള്ളൂ. ഈ പുലികളുടെ അടിയിലൊക്കെ ഒരു സിംഹം നിൽക്കണ്ടല്ലോ, ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നമ്മൾ എക്സ്ചേഞ്ചിന് എടുത്ത വണ്ടിയാണ്. മനസ്സിലായി? 2013 മോഡൽ ഫാൻസി നമ്പർ 4567 നമ്പർ ഒന്ന് കാണിച്ചില്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. 160 കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജെന്യുവൻ കിലോമീറ്റർ, ഒരു തട്ടും മുട്ടും റീപ്ലേസും ഇല്ല. 13 W8 അന്നത്തെ 13 അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പുറമേ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗുഡ് കണ്ടീഷൻ. അപ്പൊ എത്രയാണ് ഈ ഒരു ഐറ്റത്തിന്? ഇത് നമ്മൾ 4,75,000 റുപ്യ. 4,75,000 13 W8 വണ്ടിയാണ്. സിംഗിൾ ഓണർ. അതെ, അതെ, അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ഇന്നോവ മാത്രമല്ല, എസ്യുവിന്റെ ആരാധകർക്ക്. അതെ, അതെ, അതെ. എക്സ്യുവി ഉണ്ട്, ബൊലോറോ ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. എക്സ്ചേഞ്ചിന് എടുക്കുന്ന വണ്ടികളായതുകൊണ്ട് ഇന്നോവ, ഫോർച്യൂണർ, ക്രിസ്റ്റ, ടയോട്ടന്റെ വണ്ടികൾക്ക് പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇന്നോവ ആട്ടെ, ഇറ്റിയോസ് ആട്ടെ, ക്രിസ്റ്റ ആട്ടെ, ഫോർച്യൂണർ ആട്ടെ, ഇതിനൊക്കെ നമുക്ക് നമ്മളെ വിളിക്കാം. ഇതൊക്കെ എക്സ്ചേഞ്ചിൽ വരുന്ന വണ്ടികൾ. നമ്മൾ ചെറു വണ്ടികളും നമ്മളെ കയ്യിലുണ്ട്. ഓൾറെഡി നമ്മളെ വീഡിയോയിലുണ്ട്. എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് കാണണം. അതായത് ഒരു 25ഓളം വണ്ടി എക്സ്ചേഞ്ചിന് വന്ന വണ്ടികൾ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വണ്ടികളെല്ലാം ചെറിയ പൈസ, ഫുള്ള് വെറുതെ കൊടുക്കണ മാതിരി കൊടുക്കുകയാണ്. സ്വിഫ്റ്റ് ഉണ്ട്, റിഡ്സ് ഉണ്ട്, ഇറ്റിയോസ് ഉണ്ട്, ലിവ ഉണ്ട്, പോളോ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോ എല്ലാ അൾട്ടോ 800 വാഗണർ എല്ലാ സാധനവും ഉണ്ട്. എല്ലാ ഐറ്റം ഉണ്ട്. അപ്പൊ അതിനൊക്കെ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാണ്ടല്ലേ? ഇനി അടുത്ത സ്വർണ്ണ ഗോൾഡ്, സിൽക്കി ഗോൾഡ് 2013 മോഡലാണ്. റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. G4 ആണ്. രജിസ്ട്രേഷൻ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടി. അടിച്ചാപ്പൊളി സീറ്റ് കവറും, 10ലേക്ക് നമ്പറായ അടിച്ചാപ്പൊളി സീറ്റ് കവറും, ബാക്ക് സ്കേർട്ടിങ്ങും, ഗ്രാഫിക്സും, പിന്നെ മിററും കാര്യങ്ങളും, ഇൻഡിക്കേറ്റർ ടൈപ്പ് മിററും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. അത് മാത്രമല്ല സീറ്റ് കവർ അടിപൊളി. ക്രിസ്റ്റനെ വെല്ലണ ഒരു സീറ്റാണ് മനസ്സിലായത്. തീർച്ചയായിട്ടും നല്ല അടിപൊളി സീറ്റ് കവർ. അതെ, ടച്ച് സ്ക്രീന് 7 സീറ്റർ ആണ് വണ്ടി വരുന്നത്. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ലല്ലോ. ഇല്ലല്ലോ, ഒന്നും ചെയ്യാല. വരുന്ന ആൾക്കാർക്ക് എന്താ പറയുക, ഡീസൽ നമ്മൾ അടിച്ചു കൊടുക്കും, ബിസ്മിൻ ജെല്ലി താക്കോല് വാങ്ങി പോയാൽ മതി. അത്ര ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പൊ എത്രയാണ് ഈ മോഡലിന് ആസ്ക് ചെയ്യുന്നത്? ഇതിന് ആസ്ക് ഒന്നും നമ്മൾ പറയണ്ട. ഇത് നമുക്ക് 6,60,000 റുപ്യ. 2013 മോഡൽ 14 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി, നമ്പറായ വണ്ടി 6,60,000 റുപ്യക്ക് വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കൊടുക്കും. വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് 2014 ഇന്നോവ 6,60,000 എവിടെ കിട്ടും? ലോൺ ഏകദേശം പ്രൊഫൈലുള്ള 50,000 മുടക്കിയാൽ മതി. വെറും 50 റുപ്യ വന്ന ഈ വണ്ടി അടുത്ത ഇത് അതുപോലെ തന്നെ 2015 ഇന്നോവ തന്നെയാണ്. G4 ആണ് വണ്ടി. ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓഫർ തന്നെ. ഡയമണ്ട് കട്ട് വീല്, നല്ല പുത്തൻ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ, സീറ്റ് കവർ, A to Z സിൽവർ കളർ, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. അതുണ്ടാണ്. കാണുമ്പോൾ വി അല്ല, ഇല്ലെങ്കിൽ Z തന്നെ പറയാം. ബാക്ക് സ്കേറ്റിംഗ് അടക്കം വെച്ചുകൊണ്ട് Z തന്നെ പറയാം. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാലും ഒട്ടും മോശമല്ല. അടിപൊളി ഇന്റീരിയർ, ഡുവൽ എയർ ബാഗ്, ടച്ച് സ്ക്രീൻ, നല്ല അടിപൊളി സീറ്റ് കവർ, 7 സീറ്റർ വണ്ടി. അപ്പൊ 15 മുതലിന് ഇത്രയും ഫിറ്റിംഗ് ചെയ്ത വണ്ടിക്ക് എത്ര കൊടുക്കാം? 10 റുപ്യന്റെ വണ്ടിയാണ്. നമുക്ക് 9,400 റുപ്യന്റെ ഫൈനൽ. 9,400 നമ്പറായ വണ്ടി, നമ്പറായി വിത്ത് ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള വണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 9,400 റുപ്യക്ക് കൊടുക്കാം. എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് ഫുൾ ടാങ്ക് ഡീസൽ. അപ്പൊ അടുത്തത് ഓഫർ അടുത്തത് തന്നെയാണ് 2016 ഇന്നോവ. 16 ഇന്നോവ. അതെ, അതെ. 16 4 മാസത്തിൽ ഇറങ്ങിയ വണ്ടിയാണ്. G4 ആണ്. പക്ഷെ ഇത് വീന്റെ മേലെയാണ്. ക്രിസ്റ്റന്റെ വീല് ഇല്ല മോനെ. ഒരു മുട്ട് സൂചി ഇതും മഞ്ഞ് കയറ്റാൻ ബാക്കിയില്ല. കയറ്റണമെങ്കിൽ ഒരു സ്ഥലം വേണ്ടക്കാ. എന്തെങ്കിലും ഒരു സാധനം ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്ഥലം വേണ്ടേ? അത്രയും ഫിറ്റിംഗ്സ് ആണ് ഇതുമുള്ളത്. വിത്ത് ഫുൾ കവർ ഇൻഷുറൻസിൽ 2016 ഇന്നോവ 10 ലക്ഷം റുപ്യ IDV ഇൻഷുറൻസ് ഉണ്ട്. ലോൺ വേണ്ട ആളുകൾക്ക് 9 ലക്ഷം റുപ്യ ലോണും കൊടുക്കും. നമുക്കൊരു ഫിക്സ്ഡ് പ്രൈസ് ആയിട്ട് എന്ത് ചെയ്യാ? 10 ലക്ഷം റുപ്യ കൊടുക്കാം. 16 ഇന്നോവ 1 ലക്ഷം റുപ്യന്റെ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി 10 ലക്ഷം റുപ്യക്ക് 10 ലക്ഷം റുപ്യ IDV ഇൻഷുറൻസ് അടക്കം നമ്മൾ കൊടുക്കുക. 9 റുപ്യ ലോണും കൊടുക്കും. ഇന്നോവ നിർത്തുന്ന സമയത്ത് അതെ, അതെ. ഇതിന്റെ ആഖരി തമാനിലുള്ള സാധനമാണ് ഈ സാധനം. ഇന്നോവ ഇറങ്ങിയതിലുള്ള 2016 അവസാന ഘട്ടത്തിലുള്ള സംഗതിയാണ്. മോഡൽ കൂടി ഇന്നോവ ഇത് മാത്രമേ. അതെ, അതെ. മോഡൽ കൂടി ഇന്നോവ പറഞ്ഞാൽ 16 കൂടി ഇന്നോവ അവസാനിച്ചല്ലോ. ഇനി അടുത്തത് ഒരു വെള്ളക്കുട്ടി തന്നെയാണ്. 2013 മോഡൽ 14 രജിസ്ട്രേഷനിൽ സെക്കൻഡ് ഓണർ വണ്ടി. വെള്ളപ്പറവ അല്ലെ? അതെ, അതെ, അതെ. കിലോമീറ്റർ
ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ ഇതിനകത്തുള്ളത് 180 ആണ്. അതൊന്നും ജെന്യൂൻ ആണെന്ന് നമ്മൾ പറയേണ്ട. കിലോമീറ്റർ മാത്രം. അതെ അതെ, കിലോമീറ്റർ ഇത് കിലോമീറ്റർ നോക്കിയിട്ട് ഒരു കാര്യമില്ല. കിലോമീറ്റർ ഓടും തോറും നന്നാവുന്ന ഒരു സാധനമാണ് ഈ ടയോട്ട എന്നുള്ള സാധനം. കിലോമീറ്റർ കൂടുന്തോറും വണ്ടി സ്മൂത്ത് ആവും. പഴക്കം കൂടുന്നവരും വിലയും കൂടും. അതെ 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 അതെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല 8 സീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എത്രയാണ് വെള്ളപ്പറവൊക്കെ വെക്കുന്നത്? വെള്ളപ്പറവൊക്കെ നമുക്ക് എന്താ ചെയ്യാം, 6,90,000 രൂപ. 6,90,000 ഫുൾ കവർ ഇൻഷുറൻസിൽ 6,90,000 രൂപയ്ക്ക് മുതൽ നമുക്ക് കൊടുക്കാം. വിത്ത് ലോണും ചെയ്തു. വിത്ത് ലോൺ എന്ന് പറഞ്ഞാൽ 6 രൂപ സുഖമായിട്ട് ലോണും കിട്ടും. 90 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ മുടക്കണമെന്ന് എന്താ ചെയ്യാ, ഇനോവന്റെ കൊണ്ടുപോകും. ഇവിടെ ഇപ്പം പറയില്ല, ഇനോവ നമ്മൾ 10, 50, 60 വണ്ടി ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത് ഏത് വണ്ടി ആയാലും മനസ്സിലായി ഒരു 1.5 രൂപ മുടക്കുകയാണെങ്കിൽ എന്താ ചെയ്യാ, വണ്ടി നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഏതാ പരിചയപ്പെടാം? ഇനി പരിചയപ്പെടാനുള്ളത് തന്നെ 2014 ആണ്, വി ആണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 140 ജെന്യൂൻ കിലോമീറ്റർ ഉള്ള വണ്ടിയാണ്. അതെ അതെ, മേജർ റീപ്ലേസ്മെന്റ് മേജറും ഇല്ല മോനെ, മൈനറും ഇല്ല. 4 കിഡിലൻ കമ്പനി അലവിൽ. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ ഇത് എന്തായാലും ഒരു 80% അപ്പോളോന്റെ ടയറാണ്. 4 ഒരുപോലത്തെ ടയർ, 80% ടയറും ഉണ്ട്. ഇപ്പൊ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ, ടച്ച് സ്ക്രീൻ, ക്ലൈമറ്റ് എസി, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്ന 7 സീറ്റർ വരുന്ന വണ്ടി. അതും കേരളത്തിലേക്ക് ഓൾറെഡി നമ്പർ ആയ വണ്ടി. എത്രയാണ് ഈ വണ്ടിക്ക്? ഈ വണ്ടിക്ക് നമ്മൾ 9 രൂപ തീർത്ത് കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. 9 രൂപ 14 വണ്ടി ഫുൾ നീറ്റ് വണ്ടിയാണ്. വണ്ടിന്റെ ക്വാളിറ്റി, ആ സീറ്റ് കവർ ഒക്കെ കോസ്റ്റ്ലി സീറ്റ് കവർ, 20,000 രൂപ വിലയുള്ള സീറ്റ് കവറാണ് ആ വണ്ടിയിൽ നമ്മൾ അടിച്ചിട്ടത്. പണം പോയിട്ട് പവർ വരട്ടെ എന്ന് പറഞ്ഞ മാതിരി വണ്ടി ഒന്നും ദമ്മായിക്കോട്ടെ വിചാരിച്ചിട്ട്. നല്ല യാത്ര കംഫർട്ടും ഉണ്ടാവും. യാത്ര കംഫർട്ടിൽ പിന്നെ ഇനോവ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്രിസ്റ്റീൻ ഫോർച്യൂണറും വരെ ഇനോവന്റെ കൊണ്ടുപോയ ആൾക്കാർ സത്യമാണ്, എല്ലാവരും അഭിപ്രായം തന്നെയാണ്. അതെ അതെ. ഇനി അടുത്ത ഏതാണ് ഓഫർ? അടുത്ത 13 ഇനോവയാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. 13 ഇനോവയാണ് ഇത്. പിന്നെ വി ആണ്, പിന്നെ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. നിലവിൽ 3rd ഓണർ ആണ് ഈ വണ്ടി. ഇത് നമുക്ക് എന്താ ചെയ്യാം, 8 രൂപയുടെ ഈ വണ്ടി കൊടുക്കാം. 13 വി വണ്ടി 8 രൂപ കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ നമ്മളെ കസ്റ്റമേഴ്സും പ്രേക്ഷകരൊക്കെ വരുമ്പോ എന്താ മനസ്സിലായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ചെയ്തു കൊടുക്കും. വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ. അത് ഈ ഡിസംബർ 31 വരെ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓർമ്മിപ്പിക്കാൻ ആൾക്കാർ. അതെ 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 അതെ. അപ്പൊ അടുത്ത നമുക്ക് പരിചയപ്പെടാം. അടുത്ത ഇന്നോവ അതുപോലെ തന്നെയാണ്. ഇങ്ങോട്ട് വരി. ഇന്നോവന്റെ ഒരു ചാകരനല്ലേ ഇതിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ മനസ്സിലായി. കേരള വണ്ടി തന്നെ ആയിക്കോട്ടെ. നമ്മൾ 2012 ഒറിജിനൽ കേരള വണ്ടി. ഇടിപെട്ട അലവിയിൽ 16 ഇഞ്ച്. ഇന്നോവക്ക് സാധാരണ വരല് 15 ഇഞ്ചാണ്. 16 ഇഞ്ച് അലവിയിൽ ടയർ, സീറ്റ് കവർ, ആൻഡ്രോയിഡ്, ബാക്ക് സ്കേർട്ട്, ഇങ്ങനെ വരുമ്പോ ഒറിജിനൽ കോഴിക്കോട്ടുകാരനാണ് ഈ വണ്ടി. പിന്നെ അത് മാത്രമല്ല നല്ല അടിപൊളി ഇന്റീരിയറും. ഇന്റീരിയർ ഒന്നും പറയാല്ല. ഒന്നും ചെയ്യാല്ലേ? എയർ ബാഗ് 2 വരുന്നുണ്ട്. ഇല്ലല്ല, G4 ആയതുകൊണ്ട് 12 ഒരു എയർ ബാഗ്. എത്രയാണ് ആസ്കിന്റെ മോഡൽ? ഇത് നമുക്ക് 7,000 രൂപ കേരള വണ്ടിയായിട്ട് കൊടുക്കണത്. 8 രൂപയെ കുറിച്ച് അല്ലാണ്ട് ദുനിയാവിൽ മുതൽ കിട്ടൂല. 7,000 രൂപയ്ക്ക് കിലോമീറ്റർ സർവീസ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ആണ് 7,000 രൂപയ്ക്ക് ഒറിജിനൽ കേരള വണ്ടി കൊടുത്തു വിടുകയാണ്. ഇയർ എൻഡ് ഓഫർ. ഈ തല മുതൽ ആ തല വരെ ഫുൾ ഇന്നോവ ആണ് അല്ലേ? നമുക്ക് ഏതാ 2-3 പറഞ്ഞാൽ 2-3 നിന്നോളി. 2014 മോഡൽ സെക്കൻഡ് ഓണർ വരുന്ന സിൽക്കി ഗോൾഡ് ഇന്നോവയാണ് ഇത്. 15 രജിസ്ട്രേഷൻ ഉണ്ട്. വിത്ത് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, 8 ലക്ഷം രൂപയ്ക്ക് 14-15 ഇന്നോവ നമുക്ക് കൊടുക്കാം. 14-15 ഇന്നോവ നമ്പർ ആക്കി ഫുൾ കവർ ഇൻഷുറൻസ്. മേജർ ആക്സിഡന്റ് മേജറും ഇല്ല മോനെ, മൈനറും ഇല്ല. ഇന്റീരിയർ ഉഷാറാണ്. പിന്നെ ഉള്ള സംഗതി നമ്മൾ എന്ത് ചെയ്ത് മുസാഫിൻ കച്ചവടം ഒന്നല്ലല്ലോ. 100% അല്ലെങ്കിൽ 90% എല്ലാ സംഗതികളും നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. പണ്ട് മുന്നേ തന്നെ കണ്ടിരിച്ചു കോട്ടയത്തുകാരുണ്ട്, തൃശ്ശൂർക്കാരുണ്ട്, സംഗതി പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഇനി ഇത് അടുത്തൊരു ഹൈലൈറ്റ് വണ്ടിയാണിത്. കേരളത്തിൽ AZ 2015 ഇന്നോവയാണിത്. 16 രജിസ്ട്രേഷൻ ഉണ്ട്. സെക്കൻഡ് ഓണർ ആണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് 1,40,000 കിലോമീറ്റർ ജെന്യൂൻ സർവീസ് ഉള്ള വണ്ടിയാണ്. ഗ്യാരണ്ടിയാണ്. ടയോട്ടി കൊണ്ടുപോയി സർട്ടിഫൈ ചെയ്തിട്ട് പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ എണ്ണ അടിച്ച പൈസ ഇറച്ചിയും പൊറാട്ടും ബിരിയാണി, ബീഫ് ബിരിയാണിയും ബാറിയും വാങ്ങി കൊടുക്കും. അത്ര ഉറപ്പ്. അല്ല, G4 ആണെന്ന് കണ്ടാൽ എനിക്ക് വി ആയിട്ട് തോന്നും. ഇതിന്റെ 4 അലൈവിയിലുണ്ട്, പ്രൊജക്ടർ ലൈറ്റ് ഉണ്ട്. ഇതുപോലൊന്നും ഒരു സാധനം കൊടുക്കാൻ ബാക്കിയില്ല. അതെ അതെ. ഇന്റീരിയർ ഉഷാറാണോ നോക്കാലോ? അതെ, ഇന്റീരിയർ ഒന്നും പറയണതായാലും 2015 ഇത്രയും കണ്ടീഷനിലുള്ള ഒരു വണ്ടി റീവണ്ടി ഒന്നും ദുനിയാവിൽ തെരഞ്ഞു നടന്നാൽ കിട്ടൂല. ഗ്യാരണ്ടിയാണ്. ഒരു റീപ്ലേസും ഇല്ല, ഗ്യാരണ്ടി കൊടുക്കും. കിലോമീറ്റർ ജെന്യൂന് ഗ്യാരണ്ടി കൊടുക്കും. 4 ടയർ പുതിയത്, ഇൻഷുറൻസ് പുതിയത്, ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ, ബ്രേക്ക് ലൈറ്റ് പ്രൊജക്ടർ, ബാക്കിലെ സ്കേർട്ടിംഗ്. വർണ്ണിക്കാണ് ഞാൻ ഒരു പാരഗ്രാഫ് ഒരു കഥ എഴുതാണ്ടാവും. നമ്മൾ എഴുതുമ്പോൾ തന്നെ ആളുകൾക്ക് വൈകുന്നേരം വരെ പറയേണ്ടി വരും. അതെ അതെ അതെ, നമ്മൾ ചുരുക്കി പറയാം. അതെ അതെ അതെ. അപ്പൊ എത്ര ഇതിന്റെ പൊട്ടിച്ച പ്രൈസ്? ഇത് പൊട്ടിച്ച പ്രൈസ് നമുക്ക് 10 ലക്ഷം രൂപയുടെ വണ്ടി ആവുന്ന ആൾക്കാർ തരണ്ട 9,25,000 രൂപ. 9,25,000 ഈ വണ്ടി നമ്മൾ കൊടുക്കും. എത്ര ലോൺ കിട്ടും? ഇതുമ്പോ നല്ലൊരു പ്രൊഫൈലുള്ളാക്കി 8-8.5 രൂപ വരെ ലോണും കിട്ടും. 8 ലക്ഷം രൂപ വരെ ലോണും കിട്ടും. കിട്ടും. അടുത്ത്
അടുത്ത അതുപോലെ തന്നെ കേൽപ്പാണ്ടിലുള്ള വടകര റീരജിസ്ട്രേഷൻ ചെയ്ത 2015 ഇന്നോവ തന്നെയാണ് ഇത്. വെള്ളപ്പറവ നല്ല അടിപൊളി അലൈവീൽ 17 ഇഞ്ച് ഇതാണ്. ഇന്റെ കാലുമൊക്കെയുള്ള ചെരുപ്പും ചിട്ടൊക്കെയാണ്. അതാണ് ഇതിന്റെ സംഭവം. ഇന്നോവക്ക് 15 വീല്. അത് 17 സൈസ് വീലും ടയറും കയറ്റി കൊടുത്ത സാധനം. ഇനി ഒന്നും കേറ്റല്ല, ഒരു 10-60,000 റുപ്യന് കൊടുക്കണം 4 ടയർ പുതിയതോ അലൈവീൽ ഇടണമെങ്കിൽ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഉറപ്പിച്ചു കൊടുക്കാം. G4 വണ്ടി. ഇന്റീരിയർ നോക്കുമ്പോ അടിപൊളി സീറ്റ് ഓവർ, ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പൊ എത്രയാണ് ഇതിന്റെ വില? പൊട്ടിച്ച് കൊടുക്കണ വില നമ്മൾ പൊട്ടിച്ചാണ് പടക്കം 9 ലക്ഷം റുപ്യ. 9 ലക്ഷം റുപ്യ ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. നമ്പറായ വണ്ടി 9 ലക്ഷം റുപ്യക്ക് ഇപ്പാണ് കൊടുക്കും. ലോൺ ഇട്ട് കൊടുക്കാം. ലോൺ ഞാൻ പറഞ്ഞില്ല 8 റുപ്യ ലോണും കിട്ടും. ഭാഗം ചിന്തിക്കണം. 10-50 റുപ്യ ഇറക്കി കൂടെ കിട്ടും. സുഖമായിട്ട് കിട്ടും. ഓക്കെ. അടുത്ത വീണ്ടും ഒരു വെള്ളക്കുട്ടിനെ കാണിക്കാല്ലേ? ഡീറ്റെയിൽ എങ്ങനെയാണ്? ഡീറ്റെയിൽ 2015 Z ഇന്നോവയാണ് ഇത്. ഏറ്റവും കൂടുതൽ ഇന്നോവയിൽ ഏറ്റവും രാജാവ്, അന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയ രാജാവാണ് ഈ സംഗതി Z എന്ന് പറയുമ്പോ. അതെ, മലയാളിമാരും സാധാരണക്കാർക്ക് ഇപ്പൊ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത്. അന്ന് മലയാളിമാരെ ഇറക്കുള്ളൂ വണ്ടി. Z എന്ന് പറയുമ്പോ കമ്പനി തന്നെ 3 ലക്ഷം റുപ്യ വില ഇറണ്ട വണ്ടി ഇറങ്ങുന്ന സമയത്ത് Z എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വികാരമാണ്. അതെ, അത് 4 കിടിലൻ ഡയമണ്ട് കട്ട് അലോയ് 4 ടയർ പുതിയതും, പിന്നെ ഇപ്പൊ ബാക്ക് സ്കേർട്ടും, പിന്നെ എന്താ പറയാ, പിന്നെ കമ്പനി സീറ്റ് കവറും, പിന്നെ ബോഡി സ്റ്റിക്കറൊക്കെ കമ്പനി തന്നെ വരുന്നതാണല്ലോ. ഒന്നും ചെയ്യാല്ലോ, ഒന്നും ചെയ്യാല്ല. ഒരു 100 റുപ്യ നമ്മൾ ചെലവാക്കണ്ട. അപ്പൊ ഈ ഒരു ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ള ഈ ഒരു വാഹനത്തിന് നമ്മൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? വില ഓഫർ പ്രൈസ് പൊട്ടണ വിലയാണ് ഇട്ടത്. ഇതൊക്കെ ആൾക്കാർ എന്നോട് കുയിന്ത് കാട്ടും. ചില കച്ചവടക്കാർ എന്താ ഇങ്ങനെ കൊടുക്കണത്, അതൊന്നും നോക്കണ്ട. നമുക്ക് 10,25,000 റുപ്യക്ക് 15 സെന്റ് ഇന്നോവ കൊടുക്കാം. 10-25-ന് 15 വണ്ടി, നമ്പറായ വണ്ടി, അതും Z ഏറ്റവും ഏറ്റവും ടോപ്പ് എൻഡ്. ഇനി ഇതിലപ്പുറം വേറെ ഒന്നുമില്ല. അതെ അതെ അതെ. ഇനി അടുത്ത് ഇതൊരു കേരള വണ്ടി 2012 വി വണ്ടി, ഗ്രേ കളറ്, 6656. എത്ര ചോദിക്കണേ? മോഡൽ കാര്യങ്ങൾ 2012 ആണ്. വി ആണ്, ഗ്രേ കളർ ആണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും പറയാനില്ല. അഡീഷണൽ നല്ല ഫാൻസി വീൽ ഇട്ടിട്ടുണ്ട്, നല്ല സീറ്റ് കവർ ഉണ്ട്, പിന്നെ സ്റ്റീരിയോ, ആൻഡ്രോയിഡ്, പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ, AC, ഡബിൾ എയർ ബാഗ് ഒന്നും നമ്മൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ വി വണ്ടി ആയതുകൊണ്ട്. ഓൾറെഡി. അതെ. അപ്പൊ എത്രയാണ് എക്സ്പെക്ട് ചെയ്യണേ? ഇത് ഒറ്റ വില 8 റുപ്യക്ക് നമ്മൾ 3 വട്ടം കൊടുക്കും. 8 റുപ്യക്ക് ലോൺ എത്ര കിട്ടും? ലോൺ നമ്മൾ നല്ല പ്രൊഫൈലുള്ള ആണെങ്കിൽ ഒരു 7 റുപ്യ ലോണും കൊടുക്കും. 7 റുപ്യ വരും. 8 ചോദിക്കണ്ടേ? അതെ അതെ അതെ. ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കൊടുക്കും. ഇനി എന്തായാലും ഇന്നോവ എന്ന് പറയാനുള്ള അപ്പൊ ആൾക്കാരെ നമ്മൾ ബോറടിപ്പിക്കേണ്ട ഒരു 4 വണ്ടി കൂടി നമ്മൾ കാണിച്ചു കൊടുത്താണ്ട് എന്ത് ചെയ്യാം, നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അതെ അതെ. ബാക്കിയുള്ളവരോട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന മാതിരി കൊട്ടടക്ക കയ്യിലുള്ള മാതിരിയാണ് ഇത്. ഇന്നോവ കയ്യിലുണ്ടായാലും ടെൻഷൻ ആവണ്ട. കൊട്ടടക്ക വാങ്ങിയ വെച്ചാൽ അങ്ങനെയാണല്ലോ, കൊല്ലം കൂടും തോറും വില കൂടും എന്നതുപോലെ ഇന്നോവ ഇപ്പൊ നമ്മൾ 2 കൊല്ലം മുമ്പ് കൊടുത്തേലാറ് 50,000 1 ലക്ഷം റുപ്യ ഇറക്കാൻ വണ്ടി കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ വാങ്ങണവന് ടെൻഷൻ ആണ്ട്. 26 വന്നാലും 27 വന്നാലും വാങ്ങിയ വിലക്ക് തിരിച്ച് ഞാൻ കംപ്ലൈന്റ് കുറവാണ്. കംപ്ലൈന്റ് പിന്നെ ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ ഈ കച്ചവടം മാത്രം ചെയ്യുന്നത്. അലിയാരെ പേരക്കുട്ടികളെ മാത്രം നമ്മൾ വിൽക്കാനുള്ള കാരണം ടെൻഷൻ ഇല്ല. മറ്റേ ആൾക്കാർ വിളിച്ചാണ്ട് ആ കംപ്ലൈന്റ് ഈ കംപ്ലൈന്റ് ടയോട്ടൊക്കെ പറയാനില്ലല്ലോ, എണ്ണടിക്കുക ഓടുക. അപ്പൊ 2015 ഇന്നോവയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്, റീരജിസ്ട്രേഷൻ ആണ് ഈ വണ്ടി. കിലോമീറ്റർ 1.80, സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 1.80. G4 ആണ്. G4 കാറ്റ് കുറച്ച് കുറവുണ്ട്. അതിന്റെ കുട്ടികളോടൊന്ന് പറയണം, ഇപ്പൊ അടിച്ചു വെക്കും ഞാൻ. അത്യാവശ്യം നല്ല വണ്ടി കേട്ടോ, നല്ല പെയിന്റിങ് കാര്യങ്ങളൊക്കെ. എന്റെ മുഖത്ത് നോക്കിയാലേറെ ചുരുക്കാണ് ഇതിന്റെ ബോഡി ക്വാളിറ്റി. ഒന്ന് നോക്കിയാൽ നല്ല ചുരുക്കാണ്, എന്റെ എല്ലാവരും ചുരുക്കാണ് ഈ വണ്ടി. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഉള്ളും നല്ല ഉഷാറാണ്. അതെ അതെ അതെ. സീറ്റ് കവറും ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാണ്. അപ്പൊ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ പൊട്ടിച്ചു കൊടുക്കണ വില 9 ലക്ഷം റുപ്യ. 9 ലക്ഷം റുപ്യ. 2015 ഇന്നോവ സിംഗിൾ ഓണർ വണ്ടി, റീരജിസ്ട്രേഷൻ വണ്ടി. 9 ലക്ഷം റുപ്യ. ഏകദേശം എത്ര നമുക്ക് ഫിനാൻസ് കിട്ടും? 8 റുപ്യ ലോണും കിട്ടും. 50,000 റുപ്യ കൊടുക്കും. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ അത്രയും ലോൺ കൊടുക്കും. അപ്പൊ അടുത്തായിട്ട് നമുക്ക് അടുത്തായിട്ട് ഇപ്പൊ തന്നെയാണ്. ഇത് 2015 ഇന്നോവയാണ്, G4 ആണ്, റീരജിസ്ട്രേഷൻ ആണ്. നമുക്ക് 9 രൂപക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് 2015 ഇന്നോവയാണ്, G4 ആണ്, റീരജിസ്ട്രേഷൻ വണ്ടിയാണ്. അഡീഷണൽ പറയുമ്പോൾ നമ്മൾ പിന്നെ ഇന്നോവയുടെ കമ്പനി വീന്റെ വീലും കാര്യങ്ങളൊക്കെ കയറ്റിയ വണ്ടിയാണ്. 9,400 റുപ്യ നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 15 വണ്ടി, ഫുൾ നീറ്റ് ഫുൾ ക്വാളിറ്റി വണ്ടി. കേരളത്തിലെ നമ്പർ KL65 മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിയിൽ നമ്പർ ആക്കിയ വണ്ടി. 65 വി വണ്ടി വി അല്ല, G4 ആണ്. 65 വിയിലേക്ക് നമ്പർ ആയ അടിപൊളി വീന്റെ അലോയ് വീൽ. അതെ അതെ. വീലിന്റെ അലോയ് വീലും 4 പുത്തൻ ടയറും സീറ്റ് കവർ ഓരോന്ന് ഞാൻ പറയുന്നില്ല, നീട്ടി വണ്ടി ഫുൾ നീറ്റ് വണ്ടി. അപ്പൊ അടുത്തായിട്ട് ഒരു മഹീന്ദ്രന്റെ ബൊലേറോ. ഇതൊന്ന് കണ്ടാളിങ്ങള് പോലീസ് ജീപ്പാണ് ഈ കാണുന്നത്. 2016 മോഡല് ZLX പവർ പ്ലസ്. അന്ന് ഇറങ്ങിയാൽ ഏറ്റവും വലിയ, അന്നല്ല ഇന്നും ഇറങ്ങണത് ഇങ്ങനെ തന്നെ പവർ പ്ലസ് തന്നെയാണ് ഇറങ്ങുന്നത്. 24 ഇറങ്ങണത്. 4 പുത്തൻ ടയറൊക്കെ നിങ്ങള്
4 പുത്തൻ ടയർ, ഒരു റീപ്ലേസും ഇല്ല, നല്ല ഗ്രാഫിക്സും, വണ്ടി ഉണ്ടല്ലേ റൂഫിൽ റെയിലും ബാക്ക് പിന്നെ സ്പോയിലറും A to Z സാധനങ്ങളുള്ള വണ്ടി. എത്ര ചോദിക്കണേ? ഇത് നമുക്കൊരു ഫിക്സ്ഡ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയേ. എത്ര കൊടുക്കാം? 7 ഉറുപ്പ്യാണ് ഇതിന്റെ വില എല്ലാവരും ചോദിച്ചാൽ. എനിക്ക് അതൊന്നും തരണ്ട. 6 ലക്ഷം ഉറുപ്പ്യ. അത് പിന്നെന്താ ഇതിൽ നോ കോമ്പറ്റീഷൻ, നോ ബാർഗനിങ്. ഫിക്സ്ഡ് പ്രൈസ് 6 ലക്ഷം. ഒന്നുമില്ലടാ, ഒന്നുമില്ല. മെയിൻ ക്ലാസ് അടക്കം മാറിയിട്ടില്ല. നമ്മൾ കൊടുക്കണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ പറ്റി അറിയുന്നവർക്കറിയാം. പല വീഡിയോയിലും നമ്മളെ ആൾക്കാർ കണ്ട് ഒറിജിനൽ കേരള വണ്ടി സെക്കൻഡ് ഓണർ. പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് കേരള വെച്ചുള്ളത് ഒറിജിനൽ കേരള വണ്ടി സെക്കൻഡ് ഓണർ. റേറ്റിംഗ് നോക്കണ്ട, ജനങ്ങൾ തരിക്കട്ടെ. ഈ ഞാൻ പറയില്ലേ, മന്തിന്റെ ഇയറിന്റെ വണ്ടിയാ. ഒരു 50 പൈസ വേണ്ട. ഓലെ പേർക്ക് അടക്കം ഞാൻ മാറ്റി കൊടുക്കും. ഇന്ത്യൻ പൈസ ഈ 6 ലക്ഷം ഉറുപ്പ്യന്റെ മേലെ ഒരു ഉറുപ്പ്യ ഓരോട് ചോദിച്ചില്ല. ഓലെ പേർക്ക് അടക്കം നമ്മൾ മാറ്റി കൊടുക്കും. ഫുൾ ടാങ്ക് ഡീസൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഡിസംബർ 31 തീയതി വരെ. അടുത്ത പിന്നെ തന്നെ 2015 ഇന്നോവയാണ്. നല്ല അടിപൊളി G4 ആണ്. പ്രൊജക്ടർ ലൈറ്റും പിന്നെ അതുപോലെ ഇങ്ങനെ പറയുമ്പോ ഓരോ സംഗതികൾ പറയാനുണ്ട്. ഇതൊക്കെ പൊട്ടിച്ചണ വില, ജനങ്ങൾ തരിക്കണ വിലയാണ് ഇപ്പൊ പറയുന്നത്. അതെ അതെ, തരിക്കണ വില. എത്ര കൊടുക്കാം? 15 ഇന്നോവ അള്ളാന്റെ ദുനിയാവിൽ ആരും ഞാനല്ലാതെ കൊടുക്കും എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി 8,50,000 രൂപയ്ക്ക് ഇപ്പൊ കൊടുക്കും ഞാൻ. 8,50,000 ലോൺ വേണ്ട ആൾക്കാർക്ക് 8 ലക്ഷം രൂപ ലോണും കൊടുക്കും. 8 ലക്ഷം രൂപ. ഇതൊന്നും എന്താ പറയുക, വില കുറച്ച് വരുന്നവർ ചോദിക്കരുത്. നമ്മൾ മാക്സിമം കുറച്ച് പറയാണ്. വണ്ടികൾ എടുക്കാൻ അവസരം നമ്മൾ കൊടുത്തില്ല, വില കൂടിയിട്ട് അവസരം കൊടുത്തില്ല എന്ന് ജനങ്ങൾക്ക് തോന്നാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ കൊടുക്കുന്നത്. അതെ അതെ. അപ്പൊ സംഭവം ഉഷാറായി, സംഭവം അതിബഹുലമായി കേമായി അടിച്ചപൊളി വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ ഇട്ടത്. ഇന്നോവ ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-20 വണ്ടി ഇപ്പൊ റെഡിയിലുണ്ട്. നമ്മൾ കുറച്ച് വണ്ടികളൊക്കെ കാണിച്ചു. ഇതൊക്കെ പാടെ കാണിച്ചുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു 3 മണിക്കൂർ വീഡിയോ വരും. അപ്പൊ പിന്നെ ജനങ്ങൾക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ലൈവായിട്ട് വരിക. എന്താ ഈ ആളുകൾ വന്ന് നോക്കിയിട്ട് സർട്ടിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഇതിലും വില കുറച്ച് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാലും കുറച്ച് 25 ഉറുപ്പ്യ കുറച്ച് വണ്ടി ഇങ്ങോട്ട് ഞാൻ എടുക്കും ചെയ്യും. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ വണ്ടിയും 25,000 ഉറുപ്പ്യ കുറച്ച് ഇങ്ങോട്ട് എടുക്കും. നമ്മൾ വിൽക്കൽ മാത്രമല്ലല്ലോ, പർച്ചേസിംഗും ആണല്ലോ കച്ചവടം. അതെ, റീപ്ലേസ് ഇല്ലാത്ത ക്വാളിറ്റി വണ്ടിയാണോ ഞാൻ പറഞ്ഞ വിലയിൽ കുറച്ച് 25 ഉറുപ്പ്യ കുറച്ച് ഏത് വണ്ടി ഞാൻ എടുക്കും. അപ്പൊ എന്തായാലും എന്താ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ആർക്കെങ്കിലും നിങ്ങളുടെ ഫാമിലിക്കോ സുഹൃത്തുക്കൾക്കോ എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ. ഇത്രയും ഓഫർ, ഇത്രയും കളക്ഷൻ ഉള്ള ഷോറൂം നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കും. ഇത് മലപ്പുറത്ത് റെഡ് ബെല്ലിൽ മാത്രമേ ഉള്ളൂ. ഡിസംബർ 31 തീയതി വരെ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ഏറ്റവും വില കുറച്ച് പൊട്ടിച്ചൊരു കച്ചവടം. അപ്പൊ ആരും എന്ത് ചെയ്യണ്ട. ലൊക്കേഷൻ വരുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിൽ മോങ്ങ് എന്ന് പറയുന്ന സ്ഥലമാണ്. മോങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടോട്ടിക്ക് ഇവിടുന്ന് എയർപോർട്ട് 10 കിലോമീറ്റർ, മഞ്ചേരി 10 കിലോമീറ്റർ, മലപ്പുറം 10 കിലോമീറ്റർ. ഇതിന്റെയൊക്കെ 3ന്റെ ഒരു സംഗമ ഭൂമിയാണ് മോങ്ങം. അപ്പൊ ആളുകൾ എന്ത് ചെയ്യാ, വീഡിയോ കണ്ട ഉടനെ തന്നെ എന്ത് ചെയ്യാ, പെട്ടെന്ന് ഓടി വരിക. പറ്റണ ഒരു ഡീലാക്കിയിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാം. എന്തായാലും 2025 ഒരു ഇന്നോവ എന്നുള്ള ആഗ്രഹം ആളുകൾ എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിന്. അതെ അതെ, ഈ വർഷത്തെ അവസാനത്തെ ഓഫർ കാണുമ്പോ തന്നെ വിളിച്ചോളി. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ എന്തൊരു അതെ അതെ അതെ, ഇത് അരൂതന്റെ മാതിരിയുള്ള ഒരു സംഗതിയാണ്. കാണുമ്പോ കിട്ടുള്ളൂ, തോന്നുമ്പോ കിട്ടൂല. അപ്പൊ മാണ്ടുവൽ എന്ത് ചെയ്യാ, ഓടി വരിക, ഡീലാക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ ഇന്നോവ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളിയും. അടുത്തൊരു കിടക്കാച്ച എപ്പിസോഡ് മാറ്റി കാണുന്നതുവരേക്കും ഗുഡ് ബൈ.